കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം നല്ല ചൂട് വാഴയില എടുത്തിട്ടുണ്ട്. ചൂട് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂട് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചൂട് ചോറ് നല്ല രീതി ഇതേപോലെ ആക്കും കേട്ടോ. ഇതേപോലെ ചെയ്തിട്ട് അതിലേക്ക് നല്ല ചമ്മന്തിയും നല്ല തോരനും നല്ല അച്ചാറും ഇട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല ചമ്മന്തി, ഇത് മിക്സി അരച്ച ചമ്മന്തി കേട്ടോ. മിക്സി അരച്ച ചമ്മന്തിക്ക് അത് അത്ര ടേസ്റ്റ് കാണത്തില്ല, എന്നാലും ടേസ്റ്റുണ്ട്. അതിലേക്ക് കുറച്ച് തോരനും, ഇത് ഉള്ളിത്തോരനാട്ടോ കേട്ടോ. തോരൻ ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അച്ചാറും. നമ്മുടെ മലയാളികൾക്ക് തന്നെ പൊതിച്ചോറ് ഇഷ്ടമില്ലാത്തവരാരെയാണെന്ന് തന്നെ അറിയത്തില്ലേ, അത്രയ്ക്ക് ഇഷ്ടമായിരിക്കുമല്ലേ പൊതിച്ചോറ്. അതിലേക്ക് കുറച്ച് അച്ചാറ് കുറച്ചല്ല, ഒത്തിരി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ എനിക്ക്. അങ്ങനെ അച്ചാറും പിന്നെ മുട്ട ഓംലേറ്റ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷേ ഓംലേറ്റ് അല്ലായിരുന്നു ആയത്. നമ്മുടെ മുട്ട വെച്ച് നമ്മൾ ഒരു ചിക്കി പൊരിച്ചാണ് ഉണ്ടാക്കിയത്. അത് നല്ല രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട എടുത്തേക്കുന്നത്, അതും വെച്ച് കൊടുത്ത് നമ്മളെ പൊതിച്ചോറ് നമുക്ക് ഇത്രയും വിഭവങ്ങളേ ഉള്ളൂ. മീൻ മരത്തിയൊന്നുമില്ല. ചമ്മന്തിയും തോരനും അച്ചാറും മുട്ടയും വെച്ച് ഒരടിപൊളി പൊതിച്ചോറാണ്. സിമ്പിൾ പൊതിച്ചോറ് തന്നെ പറയാം. എനിക്ക് പൊതിച്ചോറ് നല്ല രീതിയിൽ കെട്ടാമെന്ന് അറിഞ്ഞുകൂടാ. ഈ പൊതിച്ചോറ് കീറിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനായിട്ട് തന്നെ ആദ്യം പൊതിച്ചോറ് ഒരു പേപ്പർ എടുത്ത് അതിൽ പൊതിയാണ്. കൂട്ടുകാർ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എത്രയോ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ അതൊന്ന് പൊതിയുക കേട്ടോ. പൊതിയാനൊന്നും എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അമ്മയായിരുന്നു പൊതിഞ്ഞത്. ഇപ്പം ഞാൻ തന്നെയാണ് പൊതിയുന്നത്. അപ്പോൾ എങ്ങാണ്ടൊക്കെ ഒപ്പിച്ചെടുത്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ല രീതിയിൽ പൊതിഞ്ഞു. ഒത്തിരി മണിക്കൂർ ഇരുന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്നും അത്രയ്ക്ക് നമുക്ക് കാക്ക സമയം കാണത്തില്ലല്ലേ. ഞാനൊരു എത്ര ആയപ്പോഴേ ഞാൻ തുറന്നു. എന്നിട്ട് തുറക്കുമ്പോൾ തന്നെയുണ്ടൊരു മണം. ആ മണമാണ് നമ്മുടെ എല്ലാവരും ഇത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചമ്മന്തിയും കുറച്ച് തോരനും കുറച്ച് അച്ചാറും കുറച്ച് മുട്ടയുടെ ഇതും ആ വായിലോട്ടൊന്ന് വെക്കാട്ടോ. എന്താ ടേസ്റ്റ് എന്ന് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ, അത്രയ്ക്ക് ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിൾ ഒരു പൊതിച്ചോറ്, നമ്മുടെ സിമ്പിൾ വലിയ വിഭവങ്ങളൊന്നും ഇല്ലാതെ സിമ്പിൾ പൊതിച്ചോറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ടാറ്റ.